നീതീകരണം എന്നാൽ നീതിമാനാകുക എന്നല്ല, കുറ്റം ചെയ്തിട്ടില്ലാത്ത നിർദോഷിയെന്ന് വിധി പ്രസ്താവിക്കലാണ്. ശിക്ഷാവിധിക്കെതിരായ തീർപ്പാണ് നീതീകരണം. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? റോമാലേഖനം 8-ാം അധ്യായം 33-34 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന ചോദ്യമാണ്. ചുരുക്കത്തിൽ, ശിക്ഷാവിധിക്കെതിരായ വിധിയാണ് നീതീകരണം. ആരെയാണ് നീതീകരിക്കുന്നത്? അഭക്തനെ എന്നാണ് റോമാലേഖനം പറയുന്നത്. അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. റോമാലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും ദൃഷ്ടാന്തം കർത്താവ് പറഞ്ഞത് ഇക്കാര്യത്തെ തെളിയിക്കാനാണ്. ലൂക്കോസ് 18:10-14 വരെ. പരീശൻ നീതിമാനാണെന്ന് സ്വയം തെളിയിക്കാൻ ശ്രമിച്ചു. ചുങ്കക്കാരൻ പാപഭാരത്താൽ മാറത്തടിച്ചു. ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ, അതുമാത്രമേ താൻ പറഞ്ഞുള്ളൂ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. നീതീകരണം പാപക്ഷമയിലുപരിയായ ഒന്നാണ്. ഒരു പാപി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവനെ പാപം ചെയ്തിട്ടില്ലാത്തവനെന്ന പോലെ ദൈവം കണക്കാക്കി സ്വീകരിക്കുന്നതാണ് നീതീകരണം. അപ്പോൾ നീതീകരണവും പാപമോചനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാപക്ഷമ പാപകുറ്റത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുന്നതാണ് പാപമോചനം. പാപം ചെയ്തിട്ടേയില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നീതീകരണം. ക്രിസ്തുവിൽ നമുക്ക് പാപമോചനം മാത്രമല്ല, നീതീകരണവും ദൈവം കരുതിയിരിക്കുന്നു. ശലോമോന്റെ പ്രാർത്ഥനയിൽ ദുഷ്ടനെ ശിക്ഷിക്കുകയും നീതിമാനെ നീതീകരിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 32-ാം വാക്യം. പുതിയ നിയമത്തിലാകട്ടെ, ദൈവം ശിക്ഷായോഗ്യനെ അഥവാ അഭക്തനെ ക്രിസ്തു മൂലം നീതീകരിക്കുന്നു. നീതീകരണം കൃപയാലാണ്. റോമാലേഖനം 3:24. അത് വിശ്വാസത്താലാണ്. റോമാലേഖനം 3-ാം അധ്യായം 28. അത് ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. നീതീകരണത്തിൻ്റെ ഉത്ഭവം ദൈവകൃപയാണ്. നീതീകരണം സാധ്യമാക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. നീതീകരണം നമ്മുടെ വകയായി തീരുന്നത് കൃപയാൽ വിശ്വാസത്താലാണ്.